ഇന്നൊരു മുരിങ്ങക്കോലും പിന്നെ നമ്മുടെ വെള്ളരിക്കയും കൂടി ഇട്ടൊരു കറിയാണ്. അതിനകത്ത് പച്ചമുളക്, വെള്ളരിക്ക, മുരിങ്ങക്കോല് ഇതെല്ലാം കൂടി ഞാൻ അടുപ്പിലോട്ട് വെച്ചു. നമുക്കിനി ഇതിനാവശ്യത്തിനുള്ള തേങ്ങ അരയ്ക്കാം. ചെറിയ കുഞ്ഞുള്ളിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് അരച്ചിട്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് അരയ്ക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇതുപോലെ ചെറിയ ഉള്ളി ഉണ്ടാക്കിടപ്പുള്ളിനകത്ത്. ഇതിനകത്ത് നമ്മൾ തേങ്ങ, ജീരകം, നല്ല ജീരകമാണ്, മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമുക്കത് നന്നായി അരച്ച് എടുക്കാം. ഓക്കെ, ചട്ടിയിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് എങ്ങനെയാണെങ്കിൽ വെക്കാം. ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത്. ഇതെൻ്റെ സ്വന്തം ജോലി വീടാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചതായിരുന്നു, അരച്ചത് ഒഴിച്ച് കേട്ടോ. കണ്ടോ, തേങ്ങ ഒഴിച്ച് ചട്ടി അടപ്പിൽ വെച്ച് നമുക്ക് കറി പൊട്ടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കറി പൊട്ടിക്കാം. കറി ഇട്ട് കൊടുക്കാമേ. കറി പൊട്ടിക്കാമേ. ചൂടായി കാണണം. ചൂടായി തോന്നി കറി പൊട്ടിക്കാൻ വെച്ചു. കണ്ടോ, കറി പൊട്ടുവാണ്. പൊട്ടി ഞാനതിനകത്ത് കുഞ്ഞുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇച്ചിരി ഇതും കൂടി ഇട്ടാണ്. നമ്മൾ ഇതിനകത്ത് അരയ്ക്കാമെന്ന് പറഞ്ഞ് വെളുത്തുള്ളി. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇനി ഞാൻ ഇറക്കുവാണ്. ഇനി ഞാനൊരു ഇച്ചിരി ചുവന്ന മുളക് പൊടി കൊടുക്കും. അങ്ങനെ കറി റെഡിയായി. കണ്ടോ, കറി പൊട്ടിച്ചതെല്ലാം ഇട്ട് കറി അങ്ങനെ റെഡിയായി. കണ്ടോ, കാണാമല്ലോ, സൂപ്പറല്ലേ. അതുപോലെ ഇതെൻ്റെ ഞാൻ ജോലി എടുക്കുന്ന വീടാണ്. എൻ്റെ സ്വന്തം വീടാണ്. ഒരു പ്രശ്നമില്ല, നല്ല അടിപൊളി വീടാണ്. ഓക്കെ, എല്ലാവരും ഇത് കണ്ട് ഇതേപോലെ വെക്കുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.